ഇങ്ങനെ പരിശുദ്ധമായ ദീനിന് കാവൽ നിൽക്കുന്ന, അതിൻ്റെ ഒറിജിനൽ മാർഗത്തെ കാത്തു സൂക്ഷിക്കുന്ന, നിതാന്ത ജാഗ്രത പാലിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതും CIC വിഷയത്തിലും ഇടപെട്ടതും. ഇല്ലെങ്കിൽ CICന്റെ ആൾക്കാർ നമ്മുടെ ആൾക്കാരല്ലേ, അവരെ കാര്യത്തിൽ അയവ് കാണിക്കാം. അങ്ങനെ ഒരു സംവിധാനമല്ല. മുസ്ലിങ്ങളല്ലേ മുജാഹിദ് ജമാ, അവരൊക്കെ കൂട്ടിപ്പിടിച്ച് ഐക്യത്തിൽ പോവുക, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ആവശ്യമല്ലേ. അതൊക്കെ വോട്ടിന്റെ വിഷയത്തിൽ ആവശ്യമാണ്. വോട്ടിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഭിന്നിക്കരുത്, നമുക്കത് ആ കാര്യത്തിൽ യോജിക്കാം. പക്ഷെ ആദർശ രംഗത്ത് കോംപ്രമൈസ് ഇല്ല. ഈ CIC വിഷയത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിന്റെ തനിപ്പകർപ്പാണ് ലോകത്തെ മറ്റൊരു തീവ്രവാദ സംഘടനയായ ഇഖ്വാൻ മുസ്ലിം എന്ന മുസ്ലിം ബ്രദർഹുഡ്. ഇത് രണ്ടും സെയിമാണ്. ഏകദേശം ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് മുസ്ലിം ബ്രദർഹുഡും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും. അതിൻ്റെ ആശയത്തിന്റെ ചെറിയ ചില ശാഖകൾ പതുക്കെ പതുക്കെ അരിച്ച് ഇഴച്ച് കയറുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക്. ചില നേതാക്കന്മാരുടെ അധ്യാപകരോട് ബോധ്യപ്പെട്ടപ്പോൾ സമസ്ത ഇടപെട്ടു. അത് അപകടകരമാണ്. നമ്മുടെ മക്കളിലേക്ക് ഈ ആശയം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ചെലവിൽ നടത്തുന്ന, നമ്മുടെ അധ്യാപകരെ വെച്ച്, നമ്മുടെ ക്യാമ്പസിൽ വെച്ച്, നമ്മുടെ കോളേജിൽ വെച്ച് നടത്തുന്ന ഈ കോഴ്സിൽ ഈ പിതായി ചിന്തകൾ ഒളിച്ചു കടത്തുകയോ അവരിടപെട്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ജമാഅത്തെ ഇസ്ലാമിയും ഇഖ്വാൻ മുസ്ലിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിന്റെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുക. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഈ ഇമാം അങ്ങനെ പറഞ്ഞു, ആ ഇമാം അങ്ങനെ പറഞ്ഞു, ഈ ഇമാം ഇങ്ങനെ പറഞ്ഞു, ഇതിലേതാ നമുക്ക് സ്വീകരിക്കാം, ഒക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഏകദേശം പൊതു സമീപനം, എല്ലാം സ്വീകരിക്കുന്ന ശൈലി അത് കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, ഇഖ്വാനുൽ മുസ്ലിമിന്റെ പുസ്തകങ്ങൾ പോലും സിലബസിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഗൗരവമുള്ള സത്യമല്ലേ. നമ്മുടെ സ്ഥാപനത്തിൽ ലോകത്തെ തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിൻ തനിപ്പകർപ്പായ മുസ്ലിം ബ്രദർഹുഡിന്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് ഗൗരവമായ വിഷയമല്ലേ. അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായ സയ്യിദ് ഖുതുബിന്റെ പുസ്തകം സിലബസിൽ ഉൾക്കൊള്ളിച്ചു. അതും നിർത്തിയില്ല. തൊട്ടടുത്ത പ്രമുഖനായ നേതാവായ മുഹമ്മദ് ഖുതുബിന്റെ ശുബ്ഹാത്തുൻ ഹൗലുൽ ഇസ്ലാം എന്ന പുസ്തകം സിലബസിൽ ഉൾക്കൊള്ളിച്ചു. ഇത് നിസ്സാരമല്ലല്ലോ. ഒരു തെറ്റാണെങ്കിൽ എഴുതുമ്പോൾ അക്ഷരത്തെറ്റ് പറ്റും, അല്ലെങ്കിൽ ആശയത്തിൽ തന്നെ തെറ്റുപറ്റാം, പിന്നെ തിരുത്താം. പുസ്തകത്തെ സിലബസിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ എത്രമാത്രം അതിന്റെ പിന്നിൽ ബുദ്ധി പ്രവർത്തിക്കണം, എത്രമാത്രം ഒളിച്ചു കടത്താനും നുഴഞ്ഞു കയറാനും ശ്രമിച്ചിരിക്കണം. വേണ്ട, ഞാൻ പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ സൈദ്ധാന്തികനായിരുന്നു ഒ അബ്ദുള്ള. പിന്നെ അവരുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് മാധ്യമത്തിൽ രാജിവെച്ചു, പിന്നെ ആൾ പുറത്തു വന്നു മാത്രം. ഈ ഒ അബ്ദുള്ള ഈ പറയുന്ന വാഫി സിലബസിന്റെ കരിക്കുലം കമ്മിറ്റിയിൽ കൊണ്ടുവന്നു. നിസ്സാരമായ വിഷയമാണോ? നമ്മൾ പൂർണ്ണമായും അകറ്റി നിർത്തണം, ഒരു കോംപ്രമൈസും അല്ലെന്ന് പറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 10 പതിറ്റാണ്ട് കാലം മാറ്റി നിർത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തികനായ ഒ അബ്ദുള്ളയെ ജമാഅത്തെ ഈ പറഞ്ഞ വാഫി സിലബസിന്റെ ഈ സിലബസ് കമ്മിറ്റി അല്ലെങ്കിൽ കരിക്കുലം കമ്മിറ്റിയിൽ കൊണ്ടുവന്നു പറഞ്ഞ നിസ്സാര വിഷയമാണോ? ഒരു ഘട്ടത്തിൽ 2 വർഷം മുമ്പ് അവരുടെ PG ക്യാമ്പസിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട മൗലവി രാജിവെച്ചു. അയാൾ രാജിവെച്ചിട്ട് എവിടേക്കാ പോയത്? ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായി. അപ്പൊ നോക്കുമ്പോൾ ജമാഅത്തുകാരനാണ്. നമ്മുടെ സ്ഥാപനത്തിൽ ജമാഅത്ത് മൗലവി പഠിപ്പിക്കോ? എന്നാ അത് അബദ്ധാണോ? അബദ്ധമല്ല. കഴിഞ്ഞ ആഴ്ച നടന്ന വാഫി ഫെസ്റ്റിൽ ഈ മൗലവി വീണ്ടും കൊണ്ടുവന്ന് ആദരിച്ചിട്ടുണ്ട്. ഈ ഒരു ബാന്ധവം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇമാതിരി കുറേ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 1, 2, 3, 4, 5, 10 അഹമ്മദ് ഈസ ആഷൂറ എന്ന് പറയുന്ന സലഫി ഇഖ്വാനി പണ്ഡിതൻ എഴുതിയ തറാവിഹ് 8 റക്അത്ത് എന്ന് പഠിപ്പിക്കുന്ന അൽ ഫിഖ്ഹുൽ മുയസ്സർ എന്ന പുസ്തകം അവിടെ സിലബസിൽ കടന്നുകൂടി. അബദ്ധം എന്ന് പറയാൻ പറ്റുമോ? എന്നാ പട്ടിക്കാട് ജാമിഅയുടെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ നന്ദി ദാറുസ്സലാമിന്റെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ കടമേർ റഹ്മാനിയുടെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ ഇർഫാനിയ കോളേജിന്റെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ അസ്അദിയ കോളേജിന്റെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ അശ്അരിയ കോളേജിന്റെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ ലോകത്ത് എവിടെയും സമസ്തയുടെ ഒരു സ്ഥാപനം വരാതെ ഇവിടെ മാത്രം ഈ ജമാഅത്തിന്റെ ആശയങ്ങൾ, ഇഖ്വാൻ മുസ്ലിമിന്റെ ആശയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു? അപ്പൊ സമസ്ത ഇടപെടണ്ടേ? ആർക്കാണ് സംശയിക്കാൻ സാധിക്കുക? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ന്യായമായും ഇടപെട്ടു, തിരുത്തണമെന്നാവശ്യപ്പെട്ടു. ഒരു നിലക്കും തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സമസ്ത ചില തീരുമാനങ്ങൾ എടുത്തു. ഇതല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ
അന്ധമായ ഒരു വിഭാഗത്തെയും എതിർക്കുന്ന കൂട്ടത്തിൽ സമസ്തക്ക് ഒരൊറ്റ നിർബന്ധമുണ്ട്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇതാണ് എൻ്റെ നേരായ മാർഗം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇതാണ് എൻ്റെ നേരായ മാർഗം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉ, ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ, മറ്റ് വഴികൾ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, മറ്റ് മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങളെ അത് ചിതറിച്ച് കളയും, ചിന്ന ഭിന്നമാക്കി കളയും. ദാലികും വസ്സാകും ബിഹി, ഇത് അല്ലാഹുവിന്റെ വസിയത്താ. ശരിക്കും ശ്രദ്ധിക്കണം, ഈ മാർഗത്തിൽ മാത്രം ഉറച്ചു നിൽക്കണം. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ഭക്തന്മാരായിരിക്കാൻ വേണ്ടി, സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ,